നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പട പേടിച്ച് പന്തളത്തെത്തിയപ്പോൾ ചൂട്ടും കത്തിച്ച് പട എന്ന് മലയാളത്തിലൊരു ചൊല്ലുണ്ട്. ആ പന്തം കൊളുത്തി പടയ്ക്ക് സമാനമാണ് സുപ്രീം കോടതിയിൽ നടക്കുന്ന വ്യവഹാര മാർഗങ്ങൾ. അതായത് പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്തിനെ നിയമിച്ചപ്പോൾ കൃത്യമായും കേന്ദ്ര സർക്കാരിന് വലിയ പ്രതീക്ഷയായിരുന്നു. അവരുടെ മുഴുവൻ തരികിട പരിപാടികൾക്കും ആക്കം കൂട്ടാൻ കഴിയുന്ന, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ജ്ഞാനേഷ് കുമാറിനെ സപ്പോർട്ട് ചെയ്യുന്ന, സകല നാറിത്തരങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ, ഒരു കളിപ്പാവെ തങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിച്ചു. പക്ഷേ പയ്യെ സൂര്യകാന്ത് തനിക്കുണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് നേരത്തെ പല ഹർജികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വന്നിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ നിന്നും പ്രത്യേകമായി എല്ലാ ഡീറ്റെയിൽസും റദ്ദാക്കി കളയുന്ന രീതിയിൽ കമ്മീഷൻ അനുകൂലമായി നിയമസാധ്യതകൾ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന അമെൻമെൻറ്റ് ഉൾപ്പെടെ പുനഃപരിശോധിക്കണം എന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. അത് അംഗീകരിക്കാൻ ചീഫ് ജസ്റ്റിസ് തയ്യാറാവുകയാണ്. പരമാധികാരത്തെ ചൊല്ലി ചീഫ് ജസ്റ്റിസും രാഷ്ട്രപതിയും കൊമ്പുകോർത്തൊരു സാഹചര്യം ജസ്റ്റിസ് BR ഗവായി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സമയത്ത് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ രാഷ്ട്രപതിയുടെ പരമാധികാരത്തെ സംബന്ധിക്കുന്ന ചോദ്യമല്ല പ്രസക്തമാകുന്നത്. തനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് സൂര്യകാന്ത് വളരെ വ്യക്തമായി, ക്രിസ്റ്റൽ ക്ലിയറായി എല്ലാവരുടെ മുമ്പിലും പറയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ കിടപ്പ്. BR ഗവായി നേരിട്ട് BJPയുമായി ഒരു കൊമ്പുകോർക്കലിലേക്ക് പോകുന്നു എന്നത് വളരെ വ്യക്തമായി, വളരെ തെളിവെള്ളം പോലെ മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് BJP സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കാനും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയ്ക്ക് പണി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വളരെ വ്യഗ്രതയോടെ കേന്ദ്ര സർക്കാർ ചില നീക്കങ്ങൾ നടത്താൻ ശ്രമിച്ചു. അതായത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടുതൽ സാധ്യതകൾ പിടിക്കപ്പെടാതിരിക്കാനും അട്ടിമറിയുടെ ഗൂഢാലോചനകൾ അന്വേഷിക്കാതിരിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഫേവർ ചെയ്യുന്ന കൂടുതൽ സാധ്യതകൾ അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് പോയത്. എന്നാൽ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് മറ്റൊരു മാർഗത്തിലൂടെയാണ് ഈ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഏതെങ്കിലും രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ നിയമസാധ്യതകൾ ഉപയോഗിച്ചാൽ അതിനെ പരിമിതപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സൂര്യകാന്ത് മറ്റൊരു രീതിയാണ് അവലംബിക്കുന്നത്. BJPയോട് പ്രത്യക്ഷത്തിൽ ഏറ്റുമുട്ടാതെ BJPക്ക് പണി ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് പണി ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലുള്ള ചില നാടകീയ രംഗങ്ങൾ സുപ്രീം കോടതിയിൽ ഉണ്ടാവുന്നു. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു നീക്കം സൂര്യകാന്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇത് എല്ലാവരെയും അതിശയിപ്പിക്കുന്നൊരു കാര്യമാണ്. സൂര്യകാന്ത് ഇതിനു മുമ്പൊന്നും സംഘപരിവാർ വിരോധമായിട്ടോ അല്ലെങ്കിൽ സംഘപരിവാറിന് പ്രതികൂലമാകുന്ന രീതിയിലോ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വേർഡിക്റ്റുകൾ പരിശോധിച്ചാൽ അറിയാം. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ നടപ്പിലാക്കുന്നു? എല്ലാവരും അതിശയത്തോടെ കാത്തിരുന്ന് കാണേണ്ട സംഭവമാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ നടപടിക്രമങ്ങളെ മരവിപ്പിക്കണമെന്ന് കപിൽ സിബൽ അടക്കം മുതിർന്ന അഭിഭാഷകർ ഹർജികളായും അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധ യോഗങ്ങളിലും ഒക്കെ പറയുന്നൊരു കാര്യമാണ്. എന്നാൽ ഇത് നിയമസാധ്യതകളിലേക്ക് പോകുമോ എന്നുള്ളത് മാത്രമായിരുന്നു സംശയം. അതായിരുന്നു BJP സർക്കാർ, കേന്ദ്ര സർക്കാർ ഒരു രീതിയിലും ഇതിനെയൊന്നും പേടിക്കാതെ, ഭയപ്പെടാതിരുന്നത്. പക്ഷെ ആ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്.